ഹലോ, ഇത് പെസഹ വ്യാഴാഴ്ച വൈകുന്നേരത്തെ കാഴ്ചകളാണ്. നമ്മൾ അയൽവക്കങ്ങളിലും ബന്ധുവീടുകളിലൊക്കെ പോയി അപ്പം മുറിക്കലും ചടങ്ങും പാല് കുടിക്കലും ആയിട്ടുള്ള ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം മേരിച്ചിന്റെ വീട്ടില് അപ്പം മുറിയും അതിന്റെ പ്രാർത്ഥനകളുമാണ് നടക്കുന്നത്. നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. ബൈബിൾ വായനയ്ക്ക് ശേഷം അപ്പച്ചൻ അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ്. മൂത്തവര് തൊട്ടിട്ട് ഏറ്റവും കുഞ്ഞി മക്കൾ വരെ എല്ലാവർക്കും അപ്പം മുറിച്ച് കൊടുത്ത് എല്ലാവരും അപ്പം പാലും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് അതിൻ്റെ ഇടയിൽ ആരാണ് മൂത്തതെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു. പിന്നെ എല്ലാവരും അപ്പം മേടിച്ച് കഴിച്ചു. നെക്സ്റ്റ് അപ്പം മുറിച്ചത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷൈനയുടെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അപ്പവും പാലും ബാക്കി കാര്യങ്ങളെല്ലാം മേശയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വന്നു, എല്ലാം തുറന്നു വെച്ചു, എല്ലാവരും കൂടി ചേർന്ന് നിന്നു. അപ്പച്ചൻ തന്നെയാണ് അപ്പം മുറിച്ചത്. അപ്പച്ചൻ അപ്പം മുറിച്ചു, പ്രാർത്ഥനകളൊക്കെ ചൊല്ലി സ്വർഗസ്നായിട്ടാവിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയതിന് ശേഷം എല്ലാവർക്കും അപ്പം മുറിച്ചു കൊടുക്കുകയും അതുപോലെ പാൽ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു. പ്രിയ ചേച്ചിയായിരുന്നു ബൈബിൾ വായനയും കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ വീണ്ടും മൂത്തവർക്ക് ആദ്യം കൊടുത്ത് ലാസ്റ്റ് കുഞ്ഞുമക്കൾക്ക് വരെ എല്ലാവർക്കും അപ്പം കൊടുത്തു. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് തറവാട്ടിലാണ് അപ്പം മുറിക്കാൻ പോകേണ്ടത്, പാപ്പൻ്റെ വീട്ടിലോട്ട്. രാത്രി ആയതുകൊണ്ട് എല്ലാവരും റബ്ബർ തോട്ടത്തിൽ കൂടെ ടോർച്ചൊക്കെ അടിച്ച് എല്ലാവരും ഇറങ്ങി നടന്നു പോവുകയാണ് പാപ്പൻ്റെ അടുത്ത് തറവാട്ടിലോട്ട് അപ്പം മുറിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ മുടി നിറച്ചിട്ടില്ല, നമുക്കൊക്കെ നരയുള്ളൂ. ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. കസിൻസ് എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടിയ ഒരു ചടങ്ങായതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പ്രാക്ടീസാണ്, എങ്ങനെ ഇരിക്കണം എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടത്. പിന്നെ എല്ലാവരും കൂടി ചേർന്നെടുത്തൊരു ചെറിയൊരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് വ്യാഴാഴ്ചത്തെ ചടങ്ങുകൾ അവസാനിച്ചു. എല്ലാവരും തിരിച്ച് വീടുകളിലോട്ട് പോയി സന്തോഷമായിട്ട്.